നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗദി അറേബ്യൻ പ്രോ ലീഗിൽ ഇന്ന് അൽ നസറിന് കളിയുണ്ട്. ക്രിസ്ത്യാനോ കളിക്കും. കഴിഞ്ഞ AFC ചാമ്പ്യൻസ് ലീഗ് മത്സരം ക്രിസ്ത്യാനോ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ചില പ്രമുഖ താരങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് സ്റ്റെഫാനോ പിയോളി എന്ന തന്നെ ടീമിനെ കളിക്കാൻ ഇറക്കിയത്. അത് താരങ്ങൾക്ക് വിശ്രമം കൊടുക്കുക എന്ന ഉദ്ദേശത്തിലാണ്. കാരണം ഓൾറെഡി റൗണ്ട് ഓഫ് 16ലേക്ക് AFC ചാമ്പ്യൻസ് ലീഗിൽ അവർ കടന്നു പോയതാണല്ലോ. ഇപ്പോൾ പ്രോ ലീഗിലെ കാര്യം നോക്കുമ്പോൾ അൽ ഇത്തിഫാഖാണ് ഇന്നത്തെ എതിരാളികൾ. ശക്തരായ ടീം തന്നെയാണ്. പക്ഷേ നിലവിൽ അത്ര മികച്ച ഫോമിലല്ല ഇത്തിഫാഖുള്ളത്. 10ാം സ്ഥാനത്താണ് അവർ. അതേസമയം പ്രോ ലീഗിൽ 3ാം സ്ഥാനത്ത് അൽ നസർ. 20 കളികളിൽ നിന്ന് 44 പോയിൻ്റാണ് അൽ നസറിന്. 20 കളികളിൽ നിന്ന് 48 പോയിൻ്റുള്ള അൽ ഹിലാൽ രണ്ടാമതും, 20 കളികളിൽ നിന്ന് 52 പോയിൻ്റുള്ള അൽ ഇത്തിഹാദ് ഒന്നാമതുമാണ്. കിരീട സാധ്യത അൽ നസറിന് തുലോം കുറവാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എങ്കിലും ലഭ്യമാകാവുന്ന പോയിന്റുകളൊക്കെ കളക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. ഇന്ന് അൽ നസറിൻ്റെ മൈതാനത്ത് അൽ ഇത്തിഫാഖുമായിട്ട് രാത്രി 10:30 ഏറ്റുമുട്ടാൻ ഇറങ്ങുമ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യം CR7 ബൂട്ടിൽ നിന്ന് വീണ്ടും ഗോൾ പിറക്കുമോ എന്നുള്ളതാണ്. സൗദി അറേബ്യൻ പ്രോ ലീഗിൽ ഇപ്പോൾ ഗോൾഡൻ ബൂട്ടിനായിട്ടുള്ള പോരാട്ടം ക്രിസ്ത്യാനോ റൊണാൾഡോയും കരീം ബെൻസിമയും തമ്മിലാണല്ലോ. ക്രിസ്ത്യാനോ 16 ഗോളുകളുമായിട്ട് ഒന്നാമത് നിൽക്കുമ്പോൾ ബെൻസിമ 15 ഗോളുകളുമായിട്ട് തൊട്ടുപുറകിലുണ്ട്. സോ കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല എന്നർത്ഥം. ഇന്നത്തെ മത്സരത്തിൽ ആരൊക്കെയായിരിക്കും അൽ നസറിൻ്റെ പ്ലേയിങ് ലെവലിൽ ഉണ്ടാവുക, നമ്മളതൊന്ന് പരിശോധിക്കുകയാണ്. സൗദി അറേബ്യൻ സോഴ്സുകൾ നൽകുന്ന വിവരപ്രകാരം ഗോൾ കീപ്പറായിട്ട് ബെൻഡോ, ഡിഫൻസിൽ ലപ്പോർട്ടും അൽഫാത്തിലും ഉണ്ടാകും. കാരണം സിമാക്കന് വിലക്കാണ്. സോ ലപ്പോർട്ടും അൽഫാത്തിലും സെൻറ്റർ ബാക്കുമാരായിട്ട് അൽ നജിദിയും ബൗഷലും ഇരുപാർശ്വങ്ങളിൽ ഉണ്ടാകും. മധ്യനിരയിൽ അൽ ഹസനും ബ്രസോവിച്ചും, പിന്നെ ഇരുപാർശ്വങ്ങളിലായിട്ട് മുന്നേറ്റത്തെ സഹായിക്കാൻ മാനയും ഏഞ്ചലോയും, അതുപോലെ മുന്നേറ്റങ്ങളുടെ ചുക്കാൻ പിടിച്ചുകൊണ്ട് 2 പേർ, ഒരാൾ ക്രിസ്ത്യാനോ റൊണാൾഡോ, മറ്റൊരാൾ ജോൺ ഡ്യൂറൻ. എന്തായാലും ഗോൾ അടിച്ചു കൂട്ടി അൽ നസർ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.